ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫാസ്റ്റ് ഫുട്ബോൾ ടോക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പ് 32 യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് മത്സരങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയും കുറച്ച് മത്സരങ്ങൾ കൂടി പോകാനുണ്ട്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിൽ മത്സരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ് ക്രൊയേഷ്യ. അതുമാത്രമല്ല, അതിന് മുമ്പ് 18 വേൾഡ് കപ്പിലെ ഫൈനലിസ്റ്റുകൾ കൂടിയായിരുന്നു ക്രൊയേഷ്യ. അവരും പോർച്ചുഗലും തമ്മിലാണ് മത്സരം നടക്കുന്നത്. UAE സമയം നാളെ പുലർച്ചെ 3 മണിക്കാണ് ഈ മത്സരം നടക്കുന്നത്. അതാ ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 ഈ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗൽ വളരെ ശക്തമായ ടീം തന്നെയായിരുന്നു. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയെങ്കിലും പിന്നീടുള്ള മത്സരത്തിൽ ശക്തമായി തിരിച്ചു വന്നു. അവസാന മത്സരത്തിൽ കൊളംബിയയോട് സമനില വഴങ്ങിയെങ്കിലും ഏത് ടീമിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തിയുള്ള ഒരു ടീം തന്നെയാവുന്നു പോർച്ചുഗൽ. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് പോലെയുള്ള മികച്ച ബെർണാഡോ സിൽവ, ജിയോ ഫിലിക്സ് എന്നിവരെ പോലെയുള്ള മികച്ച താരങ്ങളുള്ള ഒരു ടീം തന്നെയാണ് പോർച്ചുഗൽ. അതുപോലെ ക്രൊയേഷ്യ, ലൂക്ക മോഡ്രിച്ചിന്റെ നേതൃത്വത്തിലുള്ള ക്രൊയേഷ്യയും ശക്തമായ ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തീ പാറുന്ന ഒരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഇരു ടീമുകളുടെയും അവസാനത്തെ 5 മത്സരങ്ങളുടെ ഫലങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. പോർച്ചുഗൽ അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 3 മത്സരം വിജയിക്കുകയും 2 മത്സരം അവർ സമനിലയിൽ അവസാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ക്രൊയേഷ്യയാണെങ്കിൽ 3 മത്സരങ്ങൾ വിജയിക്കുകയും 2 മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കടലാസിലുള്ള ശക്തിയല്ല മത്സര വിജയികളെ തീരുമാനിക്കുന്നത്. 90 മിനിറ്റ് ഗ്രൗണ്ടിൽ ഏതുപോലെയാണോ ടീം പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും വിജയം കൈവരിക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി കൊണ്ട് കാണാം.